welcome to Shall We Learn Something. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നിങ്ങൾക്കൊരു അടിപൊളി എക്സാം ടൈം ടേബിൾ ആയിട്ടാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യത്തിന് റിലാക്സ് ചെയ്ത് പഠിക്കാൻ, നിങ്ങൾക്ക് ഉറങ്ങാൻ, കളിക്കാനൊക്കെ ധാരാളം സമയമായിട്ട് നല്ലൊരു അടിപൊളി ടൈം ടേബിൾ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും കോളേജിലാണെങ്കിലും അല്ല വീട്ടിൽ PSCക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അതിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ടൈം ടേബിൾ ആട്ടോ. നമുക്ക് രാവിലെ ഒരു 6:30 ആകുമ്പോൾ എഴുന്നേൽക്കാം. 6:30 മുതൽ 6:45, അതായത് ഒരു 15 മിനിറ്റ് നിങ്ങൾ ഫ്രഷ് ആയിട്ടിരിക്കുക. 6:45 മുതൽ 7:45 വരെ, അതായത് 1 മണിക്കൂർ നിങ്ങളുടെ റിവിഷൻ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ എന്താണ് റിവിഷൻ ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം. 7:45 മുതൽ 7:50 വരെ, അതായത് ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. 7:50 മുതൽ ഒരു 8:30 വരെ നിങ്ങൾക്ക് ഏറ്റവും പാടുള്ളൊരു സബ്ജക്റ്റിൻ്റെ ഒരു ടോപ്പിക്ക്, നിങ്ങൾക്ക് എത്ര പഠിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റണില്ല അല്ലെങ്കിൽ മറന്നു പോകണം അങ്ങനെയുള്ളൊരു ടോപ്പിക്ക് ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് പഠിക്കാം. എന്നിട്ടൊരു 8:30 മുതൽ ഒരു 8:45 വരെ ഒരു 15 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുക. അതുപോലെ തന്നെ ഒരു 8:45 മുതൽ ഒരു 8:55 വരെ എന്നിട്ട് റിലാക്സ് ചെയ്യുക. അത് വേഗം ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് പുറത്തേക്കൂടെ നടക്കുക, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. 8:55 മുതൽ 10:55 വരെ, അതായത് 2 മണിക്കൂർ നിങ്ങളുടെ സ്റ്റഡി സെഷൻ 1 ആണ്. അതിൽ നിങ്ങളൊരു അരമണിക്കൂർ പഠിക്കുക, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ വേണം നിങ്ങളുടെ പഠിത്തം കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട്. ഈ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കും, നിങ്ങൾ നേരെ ഫോണിലേക്ക് എപ്പോഴും നോക്കാണ്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് വെറുതെ ഇരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നെയും ഫോണിലേക്ക് തന്നെ എപ്പോഴും പോവരുത്. ഇനി 10:55 മുതൽ 11:05 വരെ നിങ്ങൾ റിലാക്സ് ചെയ്യാം. ജസ്റ്റ് വാക്കിന് പോവാം, അല്ലെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ഉറങ്ങുമോ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി 11:05 മുതൽ 1:05 വരെ നിങ്ങളുടെ സ്റ്റഡി സെഷൻ 2. 1:05 മുതൽ 1:30 വരെ നിങ്ങളുടെ ലഞ്ചാണ്. നിങ്ങൾക്ക് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് 2 മണി വരെ റിലാക്സ് ചെയ്യാനുള്ള ടൈമാണ്. ഉറങ്ങാനുള്ളവർക്ക് ഉറങ്ങാം, എന്തെങ്കിലും ചെയ്യാം. 2 മണിക്കാണ് നമ്മൾ ഇനി അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇനി 2 മണി മുതൽ 4 മണി വരെ നിങ്ങളുടെ സ്റ്റഡി സെഷൻ 3 ആണ്. 4 മണി മുതൽ 5:30 വരെ, അതായത് ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് ഫ്രീ ആണ്. നിങ്ങൾക്ക് കളിക്കാൻ പോകേണ്ടവർക്ക് കളിക്കാം. നിങ്ങളുടെ ടീ ബ്രേക്ക് അതെല്ലാം ഈ ഒരു 1.5 മണിക്കൂറിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എന്നിട്ടൊരു 5:30 മുതൽ 6:30 വരെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ പഠിച്ചത് സ്റ്റഡി സെഷൻ 1-ലും 2-ലും 3-ലും പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. ഈ ഒരു സമയം നിങ്ങൾ റിവിഷനാണ് നടത്തേണ്ടത്. ഇനി 6:30 മുതൽ 7 മണി വരെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്റ്റ് എടുക്കാം, നിങ്ങൾക്ക് കുളിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ സമയമാണെങ്കിൽ അത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഫ്രീ ടൈമാണ് 6:30 മുതൽ 7 മണി വരെ. ഇനി 7 മണി മുതൽ 8 മണി വരെ നിങ്ങളുടെ റിവിഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുക. റിവിഷൻ അത്യാവശ്യമല്ല, പഠിച്ചൊക്കെ ഏകദേശമൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ റിവിഷൻ ടൈം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളെങ്കിൽ പുതിയ സബ്ജക്റ്റ് പഠിക്കാനോ നിങ്ങൾ ഇതുവരെ പഠിച്ച് തുടങ്ങാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനൊക്കെ നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാം. ഇനി 8 മണി മുതൽ 8:30 വരെ നിങ്ങളുടെ ഡിന്നർ ടൈമാണ്. നിങ്ങൾക്ക് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് റിലാക്സ് ചെയ്യാം, നിങ്ങളുടെ ഫോൺ നോക്കാം, TV കാണാം, അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചെയ്യാം. ഇനി 8:30 മുതൽ 10:30 വരെ നിങ്ങളുടെ സ്റ്റഡി സെഷൻ 4, അതായത് അവിടെ നിങ്ങൾ പുതിയ കാര്യങ്ങളെങ്കിൽ പുതിയ സബ്ജക്റ്റോ നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങൾ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിറ്റേ ദിവസം നിങ്ങൾ 6:45 മുതൽ 7:45 വരെ റിവിഷൻ ചെയ്യേണ്ട കാര്യം, അത് നിങ്ങൾ ഈ ലാസ്റ്റ് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ 8:30 മുതൽ 10:30 വരെ പഠിക്കണ പുതിയ കാര്യങ്ങൾ വേണം പിറ്റേ ദിവസം ഫസ്റ്റ് റിവൈസ് ചെയ്യാനായിട്ട്. അതിന് റിവിഷൻ വേണം ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ, എന്നിട്ട് വേണം പുതിയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ട്. എക്സാം അടുക്കുന്തോറും നിങ്ങൾക്ക് ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് പഠിക്കാവുന്ന, അല്ലെങ്കിൽ ധാരാളം സമയം നിങ്ങൾക്ക് പഠിക്കാനും കളിക്കാനും ഉറങ്ങാനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടൈം ടേബിളാണിത്. ഈ ടൈം ടേബിൾ നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം.